നമസ്കാരം. ഓം നമ ശിവായ. ജൂലൈ 30 നാളത്തെ ദിവസം ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ദിവസമാണ്. പുതിയ തുടക്കങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ, തൊഴിൽ പുരോഗതി, കുടുംബ സന്തോഷം എന്നിവയിൽ നല്ല മാറ്റങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അതേസമയം ചില നക്ഷത്രക്കാർക്ക് ചെറിയ തടസ്സങ്ങളും വൈകല്യങ്ങളും മാനസിക സമ്മർദ്ദവും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ചെയ്യാവുന്ന ലളിതമായ പരിഹാര മാർഗങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദിവസമാണ് നാളത്തെ ദിവസം. ഏറെ നാളായി മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും. ജോലി സ്ഥലത്ത് അംഗീകാരം ലഭിക്കാനും പുതിയ അവസരങ്ങൾ ലഭിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് ചെറിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ചില സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബാന്തരീക്ഷം സമാധാനപരമായിരിക്കും. ചില ദീർഘകാല പദ്ധതികൾക്ക് വേണ്ടി പണം മുടക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കും നിങ്ങൾ. മാത്രമല്ല, നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുള്ള ചില പുതിയ തുടക്കങ്ങൾക്ക് കാരണമാകുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ. നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുക. മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് പ്രധാന കാര്യങ്ങൾ നാളെ ആരംഭിക്കുക. പുതിയ നിക്ഷേപങ്ങൾക്കും കരാറുകൾക്കും ഒക്കെ പറ്റിയ അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസമാണ് നാളെ. ഇനി നാളത്തെ ദിവസം ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് നാളെ. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഓർഡറുകളൊക്കെ ലഭിക്കാം. കുറച്ചു കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന വലിയ ചില ഓർഡറുകളോ അല്ലെങ്കിൽ ബിസിനസ്സിൽ വലിയ ചില മാറ്റങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നാളത്തെ ദിവസം ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പഠനത്തിൽ മികച്ച പുരോഗതി ഉണ്ടാകുന്നതായി കാണുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം വർദ്ധിക്കും. ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തമ്മിൽ ചില സൗന്ദര്യ പ്രശ്നങ്ങളോ പിണക്കങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചു നാളായിട്ട് അകന്നു കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരായിരുന്നുവെങ്കിൽ നിങ്ങളൊക്കെ അടുത്ത് കൂടുതൽ ഐക്യത്തോടു കൂടി ജീവിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നാളത്തെ ദിവസം ഉണ്ടാകും. നിങ്ങൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ: മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുക, സാമ്പത്തിക കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ സമയം കണ്ടെത്തുക, പഴയ സുഹൃത്തുക്കളെ ബന്ധപ്പെടുന്നതും നിങ്ങൾക്ക് ഗുണം ചെയ്യും. അവരെ വഴി നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. ഇനി നാളത്തെ ദിവസം ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ മികച്ച മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളെ. ഉദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള സമീപനം ലഭിക്കും. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ പ്രശംസിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നന്നായി തിളങ്ങാൻ കഴിയുന്ന ഒരു ദിവസമാണ് നാളെ. സ്ഥാനക്കയറ്റം വരെ ലഭിക്കാനുള്ള സാധ്യത നാളെയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരികയും നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് കുറച്ചുകൂടി അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന യാത്രകൾ നാളെ വിജയകരമാകും. ആരോഗ്യവും പൊതുവെ മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇനി നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. ദരിദ്രർക്ക് ഭക്ഷണം നൽകുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും. ഒപ്പം തന്നെ പ്രധാന തീരുമാനങ്ങളൊക്കെ ആത്മവിശ്വാസത്തോടു കൂടി എടുക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് നാളെ. ഇനി നാളത്തെ ദിവസം ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് കുടുംബ സൗഖ്യവും സാമ്പത്തിക നേട്ടവും ഒരുപോലെ ലഭിക്കാവുന്ന ഒരു ദിവസമാണ് നാളെ. പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കാനുള്ള നല്ല സമയമാണ്. ബിസിനസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പുതിയ മറ്റെന്തെങ്കിലും തുടക്കങ്ങൾ കുറിക്കാനൊക്കെ പറ്റിയ ഒരു ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നാളെ. മനസ്സിലുണ്ടായിരുന്ന ആശങ്കകൾക്കൊക്കെ പരിഹാരം ലഭിക്കും. അതുകൊണ്ട് തന്നെ മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും വിട്ടൊഴിയുന്ന ഒരു ദിവസം കൂടിയാണ്. നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകും. പുതിയ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതിനുള്ള സാഹചര്യം നാളെ ഉണ്ടാകും. ഇനി നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതാണ്. ക്ഷേത്ര ദർശനവും കുടുംബസമേതം സമയം ചെലവിടുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ കൊണ്ടുവരും. ഇനി നാളത്തെ ദിവസം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില നക്ഷത്രങ്ങളുണ്ട്. അവർ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങളാണ്. അത് ഏതൊക്കെയാണ് എന്നും എന്തൊക്കെയാണ് അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്നും നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ നക്ഷത്രം, നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ദോഷഫലം അനുഭവിക്കുന്ന ഒരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ജോലിയിൽ കാലതാമസവും ഒക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്.
സാമ്പത്തിക കാര്യങ്ങളിൽ അമിത ആത്മവിശ്വാസം നാളത്തെ ദിവസം ഒഴിവാക്കണം. വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനത്തിന്റെ കാര്യത്തിൽ ഒരു ജാഗ്രത എപ്പോഴും വേണം. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് റോഡിലൂടെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. വാഹനം മൂലം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. മനസ്സിന് ഒരു അസ്വസ്ഥത എപ്പോഴും ഇങ്ങനെ അലട്ടുന്നതായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജോലി സ്ഥലത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കാം അതിന് കാരണമായിട്ട് വരിക. കൂടെ ജോലി ചെയ്യുന്ന ആളുകളുമായിട്ട് അമിതമായി തർക്കത്തിനോ മറ്റ് വാഗ്വാദത്തിനോ ഒന്നും പോകാതിരിക്കുക. ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ പറഞ്ഞു തരാം. അതിലൊന്ന് ശിവനാമം ജപിക്കുക എന്നതാണ്. മാത്രവുമല്ല കറുത്ത എള്ള് ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കും. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ ഓം നമഃശിവായ ഓം നമഃശിവായ എന്ന് ചൊല്ലുക. അങ്ങനെ അനാവശ്യ തർക്കങ്ങൾ മാക്സിമം നാളെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് മാനസിക സമ്മർദ്ദവും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് നാളെ. ജോലികളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചിലപ്പോൾ വഴക്ക് കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില ഓർഡറുകളൊക്കെ ക്യാൻസലായി പോകുന്നതോ കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്ത് മോശമായി പെരുമാറുന്നതോ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അല്പം ശ്രദ്ധിക്കണം. അതിലൊട്ടും അശ്രദ്ധ ഉണ്ടാകരുത്. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടും. അത് ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്ന് കരുതി അതിൽ ശ്രദ്ധിക്കാതിരിക്കരുത്. അത് വലിയ ചില പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സമാധാനക്കുറവ്. അപ്പോൾ പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ നാളെ എടുക്കുന്നത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാൻ വേണ്ടി ചില പരിഹാര മാർഗങ്ങൾ പറഞ്ഞു തരാം. അതിലൊന്ന് ഗണപതി പ്രാർത്ഥന നാളത്തെ ദിവസം നടത്തുക. വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. പ്രധാന തീരുമാനങ്ങൾ കഴിയുമെങ്കിൽ നാളത്തെ ദിവസം എടുക്കാതിരിക്കുക. അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും വളരെ നല്ലത്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ജാഗ്രത വേണ്ട ഒരു ദിവസമാണ് നാളെ. സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായിട്ടോ ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചില നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളുടെ ബന്ധങ്ങളൊക്കെ ഉലഞ്ഞു പോകാനുള്ള സാധ്യത കാണുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ, നിങ്ങൾക്ക് മനസ്സിന് സന്തോഷമില്ലായ്മ, ചിലപ്പോൾ കണ്ണീര് വരുന്ന സാഹചര്യം വരെ, കരയേണ്ട അവസ്ഥ വരെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നാളെ ഉണ്ടാകുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് അമിതമായിട്ട് ചെലവ് ഉണ്ടാകുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് അമിത ചെലവ് നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കയ്യിലുള്ള പൈസ തീർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. നാളെ നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാൻ വേണ്ടി ചില പരിഹാര മാർഗങ്ങൾ പറയാം. അതിലൊന്ന് ദുർഗാദേവിയെ നിങ്ങൾ നാളത്തെ ദിവസം പ്രാർത്ഥിക്കുക. ചുവന്ന പൂക്കൾ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അത് ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോഴോ നിങ്ങൾ ചുവന്ന പൂക്കൾ ദേവിക്ക് സമർപ്പിക്കുക. സംസാരിക്കുന്നതിന് മുൻപ് 1-2 തവണ ആലോചിച്ച ശേഷം മാത്രം സംസാരിക്കുക. എടുത്തു ചാടിയുള്ള സംസാരം നാളത്തെ ദിവസം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ഈ ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിത ചെലവുകളും ചെറിയ യാത്രാ ബുദ്ധിമുട്ടുകളും ഒക്കെ നാളത്തെ ദിവസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവര് നിങ്ങളുടെ രേഖകളും ഫയലുകളും ഒക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അത് വലിയ പ്രശ്നമായി മാറും. നിങ്ങൾ ജോലി സ്ഥലത്ത് കാണിക്കുന്ന ചില ചെറിയ അശ്രദ്ധകളൊക്കെ വലിയ പ്രശ്നങ്ങളായി മാറാനുള്ള ഒരു സാധ്യത കാണുന്നു. അതുകൊണ്ട് നാളത്തെ ദിവസം സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. തെറ്റുകൾ വരുത്താതിരിക്കുക. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പഴി കേൾക്കേണ്ട അവസ്ഥ, ചിലപ്പോൾ ജോലിയിൽ തന്നെ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ നാളത്തെ ദിവസമുണ്ട്. മാത്രവുമല്ല നിങ്ങൾ ചില സുഹൃത്തുക്കളുമായിട്ടൊക്കെ വഴക്കിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സാമ്പത്തികമായിട്ട് നിങ്ങൾ ആർക്ക് നാളെ കടം കൊടുക്കാതെ ഇരിക്കുക. അതുപോലെ കടം വാങ്ങാതെ ഇരിക്കുക. നാളത്തെ ദിവസം ഇനി നിങ്ങൾക്ക് ദോഷഫലം കുറയ്ക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ പറയാം. അതിലൊന്ന് ഹനുമാൻ ചാലിസ നിങ്ങൾ പാരായണം ചെയ്യുക. അല്ലെങ്കിൽ ഹനുമാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഹനുമാൻ ക്ഷേത്രത്തിൽ പോകാൻ കഴിയുമെങ്കിൽ വളരെ ഉത്തമമാണ്. ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണമോ പഴങ്ങളോ ഒക്കെ നൽകുന്നത് നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കും. കോപം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. കോപം വരുന്ന സമയത്ത് ഹനുമാൻ സ്വാമിയെ മനസ്സിൽ വിചാരിക്കുക. കോപം നിയന്ത്രിക്കുക.
നിങ്ങളുടെ കോപം കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നാളത്തെ ദിവസമുണ്ട്. ഇനി പറയാൻ പോകുന്നത് നാളത്തെ ദിവസം എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാൻ കഴിയുന്ന ചില പൊതുവായിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ്. ഇത് എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ വരാനും നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനുമൊക്കെ കാരണമാകുന്ന ചില കാര്യങ്ങളാണ്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥനയോടുകൂടി തന്നെ നാളത്തെ ദിവസം ആരംഭിക്കുക. മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങുക. അങ്ങനെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് നാളത്തെ ദിവസം തുടങ്ങുക. കഴിയുന്നവരൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി സത്യസന്ധതയോടും ക്ഷമയോടും പ്രവർത്തിക്കുക. മാത്രവുമല്ല, തുളസിക്ക് ജലം നൽകുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം ദാനം ചെയ്യുക അല്ലെങ്കിൽ വസ്ത്രം ദാനം ചെയ്യുക. ഇത് വളരെ നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ കാണാം.